സാധനയും അധികാരിയും. മാങ്ങ, പേരയ്ക്ക മുതലായ മുഴുവൻ പഴങ്ങൾ ഭഗവത് സേവയ്ക്കും മറ്റു കാര്യങ്ങൾക്കും ഉപയോഗിക്കുവാൻ കൊള്ളാം. എന്നാൽ കാക്ക ഒന്ന് കൊത്തിയാൽ പിന്നെ അവ നിവേദിക്കാൻ കൊള്ളുകയില്ല. തന്നെത്താനെ ഉപയോഗിക്കുന്നതും ഉചിതമല്ല. അതുപോലെ പവിത്ര ഹൃദയന്മാരായ ബാലന്മാരും ഈശ്വരമാർഗത്തിൽ പോകുന്നതിന് യത്നിക്കണം. എന്തുകൊണ്ടെന്നാൽ അവരുടെ ഉള്ളിൽ വിഷയബുദ്ധി ഒട്ടും പ്രവേശിച്ചിട്ടില്ല. വിഷയബുദ്ധി ഒരിക്കൽ പ്രവേശിച്ചാൽ പരമാർത്ഥത്തിൽ പോകുന്നത് പ്രയാസമാണ്. എനിക്ക് കുട്ടികളോട് ഇത്ര പ്രിയം എന്തുകൊണ്ടാണെന്നറിയാമോ? കുട്ടിപ്രായത്തിൽ മനസ്സ് മുഴുവൻ 16 അണയും അവരുടെ അധീനത്തിൽ തന്നെ ഇരിക്കുന്നു. ക്രമേണ മനസ്സ് ഭാഗിച്ചു പോകും. വിവാഹം ചെയ്യുമ്പോൾ മനസ്സിൽ പകുതി 8 അണ ഭാര്യയുടെ മേൽ പോകുന്നു. കുഞ്ഞുണ്ടാകുമ്പോൾ 4 4 അണ കുഞ്ഞിൻ്റെ മേൽ പോകുന്നു. ബാക്കിയുള്ളത് 4 അണ അമ്മ, അച്ഛൻ, യശസ്, പണം, വിശേഷ വസ്ത്രം മുതലായവയിലെല്ലാം പോകും. അതിനാൽ കുട്ടിപ്രായത്തിൽ ആര് ഈശ്വരലാഭത്തിന് യത്നിക്കുന്നുവോ അവർക്ക് എളുപ്പത്തിൽ അത് ലഭിക്കും. വയസ്സന്മാരുടെ കാര്യം വളരെ പ്രയാസമാണ്. പഞ്ചവർണ്ണ കിളിക്ക് കഴുത്തിന് ചുറ്റും വിശേഷ വർണ്ണങ്ങളുള്ള തൂവലുകൾ ഉണ്ടായാൽ പിന്നെ അത് സംസാരിക്കാൻ പഠിക്കുകയില്ല. കിളി കുഞ്ഞായിരിക്കുമ്പോൾ പഠിപ്പിച്ചാൽ എളുപ്പത്തിൽ പഠിക്കും. അതുപോലെ വയസ്സായാൽ മനസ്സ് ഈശ്വരൻ്റെ നേർക്ക് എളുപ്പത്തിൽ പോകുകയില്ല. കുട്ടികളായിരിക്കുമ്പോൾ മനസ്സ് എളുപ്പത്തിൽ സ്ഥിരമാകും. 2 ലിറ്റർ പാലിൽ 1/4 ലിറ്റർ വെള്ളം ചേർത്തിരുന്നാൽ സ്വൽപ്പം തീ കത്തിക്കുന്നത് കൊണ്ട് വേഗത്തിൽ നല്ല പാലായി വറ്റിക്കാം. എന്നാൽ 2 ലിറ്റർ പാലിൽ 1/2 ലിറ്റർ വെള്ളം ചേർത്തിരുന്നാൽ വിറക് വളരെ കത്തിച്ച് താമസിച്ചേ നല്ല പാലാക്കാൻ കഴിയൂ. അതുപോലെ ബാലന്മാരുടെ മനസ്സിൽ വിഷയവാസന വളരെ കുറവായതിനാൽ ഒരൊറ്റ ശ്രമം കൊണ്ട് അവരുടെ മനസ്സ് ഈശ്വരൻ്റെ നേർക്ക് പോകും. എന്നാൽ വയസ്സായവരുടെ ഉള്ളിൽ വിഷയവാസന വലിയ കാട്ടാന പോലെയാണ്. അതിനാൽ അവരുടെ മനസ്സ് ഈശ്വരൻ്റെ നേർക്ക് എളുപ്പത്തിൽ പോകുകയില്ല. ഇളമുള എളുപ്പത്തിൽ വളയ്ക്കാം. മുള മൂത്താൽ പിന്നെ വളയ്ക്കാൻ ശ്രമിച്ചാൽ ഒടിഞ്ഞു പോകും. അതുപോലെ കുട്ടികളുടെ മനസ്സിനെ ഈശ്വരങ്കിലേക്ക് പിടിച്ചുവിടാം. എന്നാൽ വയസ്സായവരുടെ മനസ്സിനെ ഈശ്വരങ്കിലേക്ക് പിടിച്ചു വലിക്കുന്നതായാൽ പിടിവിട്ടു പോകും. മനുഷ്യൻ്റെ മനസ്സ് ഒരു കടുക് പൊതി പോലെയാണ്. പൊതി പൊട്ടി കടുക് താഴെ വീണ് ചിതറിപ്പോയാൽ പിന്നെ അത് ശേഖരിച്ചെടുക്കുവാൻ വളരെ പ്രയാസം. അതുപോലെ മനുഷ്യൻ്റെ മനസ്സ് സംസാരത്തിൽ പല വഴിക്ക് ചിതറിപ്പോയാൽ പിന്നീട് തിരിച്ചെടുത്ത് സ്ഥിരമാക്കുന്നതിന് വളരെ പ്രയാസമുണ്ട്. ബാലകൻ്റെ മനസ്സ് സംസാരത്തിൽ വീണാലും പല വഴിക്ക് പോകാത്തത് കൊണ്ട് വേഗത്തിൽ സ്ഥിരമാക്കാം. എന്നാൽ വയസ്സായവരുടെ മനസ്സ് 16 അണയും സംസാരത്തിൽ കിടക്കുന്നു. സംസാരത്തിലിരിക്കുമ്പോൾ മനസ്സ് ഈശ്വരങ്കൽ സ്ഥിരമാക്കുന്നത് വളരെ പ്രയാസമാണ്. സൂര്യോദയത്തിന് മുമ്പ് തൈര് കടഞ്ഞാൽ നല്ല ഒന്നാന്തരം വെണ്ണ പൊങ്ങി വരും. നേരം വെളുത്തതിനു ശേഷം കടഞ്ഞാൽ നല്ല വെണ്ണ കിട്ടുകയില്ല. അതുപോലെ ബാല്യകാലത്ത് ആരെല്ലാം ഈശ്വരാനുരാഗികളായി സാധന ഭജനകൾ ചെയ്യുന്നുവോ അവർക്ക് ഈശ്വരലാഭം എളുപ്പത്തിലുണ്ടാകും. വാസനാഹീനമായ മനസ്സ് ഏതുപോലെയാണെന്നറിയാമോ? ഉണങ്ങിയ തീപ്പെട്ടിക്കുള്ളി പോലെയാണ്. ഒന്ന് ഉരച്ചാൽ തീ കത്തി കുറ്റിയിൽ തീ ജ്വലിക്കും. നനഞ്ഞു പോയാൽ എത്ര ഉരച്ചാലും കത്തുകയില്ല, കുറ്റി ഒടിഞ്ഞു പോകുകയുള്ളൂ. അതുപോലെ കപടത തീരെ ഇല്ലാത്ത സത്യനിഷ്ഠനും നിർമ്മല സ്വഭാവിയുമായ ആൾക്ക് ഉപദേശം ഒരിക്കൽ കേട്ടാൽ ഈശ്വരാനുരാഗാഗ്നി ഉള്ളിൽ പ്രകാശിക്കും. വിഷയാസക്തന്മാരായ ജനങ്ങൾക്ക് 1000 പ്രാവശ്യം ഉപദേശം കൊടുത്താലും ഫലമൊന്നുമില്ല. ഈശ്വരാനുരാഗാഗ്നി ഒരിക്കലും പ്രകാശിക്കുകയില്ല.